കർഷകർക്ക് രക്ഷയില്ലാത്ത സാഹചര്യത്തിലെ കർഷക ദിനം കണ്ണീർ ദിനമായി ആചരിക്കുമെന്ന് കർഷക കോർഡിനേഷൻ കമ്മിറ്റി. വന്യമൃഗശല്യത്താലും പ്രകൃതിക്ഷോഭത്താലും കൃഷികളെല്ലാം നശിച്ച് കടക്കെണിയിലായ കർഷകരെ രക്ഷിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരു നടപടിയും സ്വീകരിക്കാത്ത സാഹചര്യത്തിൽ കർഷക ദിനം കണ്ണീർ ദിനമായി ആചരിക്കുവാൻ കർഷക കോർഡിനേഷൻ കിഴക്കൻ മേഖലാ നേതൃസംഗമം തീരുമാനിച്ചു. വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ കർഷകരെയും വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രമുഖരെയും കോർഡിനേഷൻ സ്വന്തം നിലയിൽ ആദരിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട്. വന്യമൃഗശല്യം, പ്രകൃതിക്ഷോഭം, കർഷക പെൻഷൻ, റബ്ബർ സബ്സിഡി, യുവാക്കളുടെ ക്ഷേമനിധി ആനുകൂല്യങ്ങൾ എന്നീ ഇനങ്ങളിൽ കോതമംഗലം, മൂവാറ്റുപുഴ, പെരുമ്പാവൂർ, അങ്കമാലി തുടങ്ങിയ കിഴക്കൻ മേഖലകളിൽ മാത്രം 25 കോടി രൂപയുടെ കുടിശ്ശികയാണ് സർക്കാർ നൽകുവാനുള്ളതെന്നും കോതമംഗലം നിയോജക മണ്ഡലത്തിൽ 10 കോടിയോളം രൂപ ലഭിക്കുവാനുണ്ടെന്നും ഈ കുടിശ്ശിക തുക മുഴുവനായും ഓണത്തിന് മുൻപ് കർഷകരുടെ കൈകളിൽ എത്തിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുവാനും സംഗമം തീരുമാനിച്ചു. നേതൃസംഗമം UDF ജില്ലാ കൺവീനറും കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാനുമായ ഷിബു തെക്കുംപുറം ഉദ്ഘാടനം ചെയ്തു. വാഴയുണ്ട്, റബ്ബറുണ്ട്, എല്ലാ തരത്തിലും നിരവധി കൃഷികൾ വന്യമൃഗങ്ങൾ നശിപ്പിക്കുകയും ഇതിലൊന്നും ഒരു നഷ്ടപരിഹാരം ഇവിടെ സൂചിപ്പിച്ചല്ലോ PC ജോർജ്. കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PC ജോർജ്, കർഷക യൂണിയൻ സംസ്ഥാന ഭാരവാഹികളായ ജോണി പുളിന്തടം, ആന്റണി ഓലിയപ്പുറം, സ്വതന്ത്ര കർഷക യൂണിയൻ ജില്ലാ പ്രസിഡന്റ് MM അബ്ദുൾ റഹ്മാൻ, വിവിധ കർഷക സംഘടനാ നേതാക്കളായ MM അഷ്റഫ്, PM സിദ്ദിഖ്, MC അയ്യപ്പൻ, സജി തെക്കേക്കര, PP മത്തായി, ആന്റണി കോട്ടപ്പടി, രാജൻ T തോമസ്, PM സുഗതൻ, PM ഹസൻ, ഷംസുദ്ദീൻ മക്കാർ, MP എസ്തപ്പാനോസ് തുടങ്ങിയവർ പങ്കെടുത്തു.